നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വാശിയേറിയ 7 ഘട്ടങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തു വന്നിരുന്നു. ജനവിധി എന്തായിരിക്കുമെന്ന ഏകദേശ സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുക. BJPയുടെ നേതൃത്വത്തിൽ NDA തുടർച്ചയായ 3-ാം തവണയും അധികാരത്തിലെത്തുമെന്ന സൂചനയാണ് വിവിധ എക്സിറ്റ് പോളുകൾ നൽകുന്നത്. ആദ്യഘട്ടം ഏപ്രിൽ 17-നായിരുന്നു നടന്നത്. 543 ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പും ഇതേ കാലയളവിൽ നടന്നിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന അരുണാചൽ പ്രദേശ്, സിക്കിം സംസ്ഥാനങ്ങളിൽ ഫലപ്രഖ്യാപനം നടക്കുന്നത് ഇന്നാണ്. സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. ഇപ്പോഴിതാ വോട്ടെണ്ണലിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. അരുണാചലിൽ BJPയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് ആദ്യ ഫലസൂചനകൾ. സിക്കിമിൽ സിക്കിം ക്രാന്തികാരി മോർച്ച തുടർ ഭരണത്തിലേക്കെന്ന സൂചനയാണ് ലഭിക്കുന്നത്. രാവിലെ 6 മണിക്കാണ് ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ ആരംഭിച്ചത്. താരതമ്യേന ചെറിയ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശും സിക്കിമും. വാശിയേറിയ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് 2 സംസ്ഥാനങ്ങളും സാക്ഷ്യം വഹിച്ചത്. അരുണാചൽ പ്രദേശിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് BJP. അരുണാചലിൽ 60 അംഗ നിയമസഭയിലേക്കും സിക്കിമിൽ 32 അംഗ നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പാണ് നടന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1-ാം ഘട്ടത്തിനൊപ്പമാണ് ഇരു സംസ്ഥാനങ്ങളിലെയും വോട്ടെടുപ്പ് നടന്നത്. അരുണാചൽ പ്രദേശിൽ ഭരണകക്ഷിയായ BJP 10 സീറ്റുകളിൽ എതിരില്ലാതെ വിജയിച്ചതിനാൽ ബാക്കി 50 സീറ്റുകളിലേക്കുള്ള വോട്ടെണ്ണലാണ് നടക്കുന്നത്. മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡു, ഉപമുഖ്യമന്ത്രി ചൗന മെയിൻ ഉൾപ്പെടെയുള്ളവർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 41 സീറ്റുകൾ നേടിയാണ് BJP സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയത്. കോൺഗ്രസ് 4 സീറ്റുകളിലും JDU 7 സീറ്റുകളിലും NPP 5 സീറ്റുകളിലുമാണ് അന്ന് വിജയം നേടിയത്. എക്സിറ്റ് പോളുകളിലടക്കം അരുണാചലിൽ BJPക്കും ഇക്കുറി തുടർ ഭരണമാണ് ഉറപ്പ് പറയുന്നത്. സിക്കിമിൽ ഭരണകക്ഷിയായ സിക്കിം ക്രാന്തികാരി മോർച്ചയും സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത്. മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്, മുൻ മുഖ്യമന്ത്രി പവൻ കുമാർ ചാലിംഗ്, മുൻ ഫുട്ബോൾ താരം ബൈചുങ് ഭൂട്ടിയ തുടങ്ങിയവരാണ് സംസ്ഥാനത്ത് നിന്നും ജനവിധി തേടുന്ന പ്രമുഖർ. 2019 17 സീറ്റുകളുമായി സിക്കിം ക്രാന്തികാരി മോർച്ച അധികാരം പിടിക്കുകയായിരുന്നു. എതിർകക്ഷിയായ സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് 15 സീറ്റുകളാണ് ലഭിച്ചത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.